രാത്രി മാത്രം മൂക്കടയാറുണ്ടോ നിങ്ങളുടെ? എന്നാൽ പകൽ സമയത്ത് യാതൊരു കുഴപ്പവും കാണില്ല. പക്ഷെ കിടന്നാൽ ഉടനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാകുകയും ചെയ്യും. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കിടക്കുമ്പോൾ ശരീരത്തിന്റെ രക്തയോട്ടത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് മൂക്കിനുള്ളിലെ കോശങ്ങൾ ചെറുതായി തടിക്കാൻ, അതായത് സ്വെല്ലിംഗ് വരാൻ കാരണമാകും. അലർജിയോ അലർജിക് റൈനൈറ്റിസോ ഉള്ളവർക്ക് ഈ പ്രശ്നം കൂടുതലായിരിക്കും. അതാണ് രാത്രിയുള്ള കടുത്ത മൂക്കടപ്പിലേക്ക് നയിക്കുന്നത്. മറ്റൊരു പ്രധാന കാരണം നമ്മുടെ കിടപ്പുമുറിയിലെ ചുറ്റുപാടാണ്. തലയിണയിലും കിടക്കയിലുമുള്ള ഡസ്റ്റ് മൈറ്റുകൾ, എസിയിലെ പൊടി എന്നിവയൊക്കെ രാത്രി അലർജി വർദ്ധിപ്പിക്കാൻ കാരണമാകും. കൂടാതെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉണ്ട്. രാത്രിയാവുമ്പോൾ ഇതിന്റെ അളവ് സ്വാഭാവികമായി കുറയും. അതുകൊണ്ട് തന്നെ അലർജിയുടെ ലക്ഷണങ്ങൾ രാത്രിയിൽ കൂടുതൽ ശക്തമായി അനുഭവപ്പെടും. ഇതുകൊണ്ടാണ് പലർക്കും രാത്രിയിൽ മാത്രം മൂക്കടപ്പ് വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും? വായ തുറന്നു പിടിച്ച് ശ്വസിക്കേണ്ടി വരിക, കൂർക്കം വലി, ഉറക്കക്കുറവ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശക്തിയായ തലവേദന ഉണ്ടാവുക. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? ഉപയോഗിക്കുന്ന തലയിണകളും ബെഡ്ഷീറ്റുകളും എപ്പോഴും ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. കിടപ്പുമുറിയിലെ പൊടി പരമാവധി കുറയ്ക്കുക. ഇനി അലർജിയാണ് പ്രധാന വില്ലനെങ്കിൽ ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സ നേടുക. അതുകൊണ്ട് ഓർക്കുക, രാത്രിയിലെ ഈ മൂക്കടപ്പ് വെറും ഒരു ജലദോഷമായിരിക്കില്ല. മിക്കവാറും അതൊരു അലർജി പ്രശ്നമായിരിക്കും. നിങ്ങൾക്കും രാത്രി ഇതേ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.